ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നർമ്മങ്ങളും എല്ലാം കൂടെ കൂട്ടി കലർത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കൂടുതലാണോ അറിയാൻ ഒരു പ്രത്യേക കാട്ടായം ഞാൻ കാണിക്കുന്നുണ്ട്. അതെല്ലാവരും നോക്കണം കേട്ടോ, ചെയ്തു നോക്കണം. ഞങ്ങളുടെ അമ്മ വരെയാണ് അത് ചെയ്തു നോക്കിയത്, അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളും അത് ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ റോസപ്പൂട്ടൊക്കെ കണ്ടോ, നിറച്ചുണ്ട്. ഇപ്പൊ ചെടികളൊന്നും കാണിക്കുന്നില്ല, എപ്പോഴും ഉള്ളിനകത്ത് തന്നെ ഇരിപ്പല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചത്. അപ്പം അതൊക്കെയാണ് പാചകം കൊണ്ട് വാചകം കസറത്തും ഇഷ്ടംമാരി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശിവക്ഷേത്രം ഉണ്ടല്ലോ, ശിവക്ഷേത്രത്തിൽ അമ്മ ഇപ്പോൾ പോയിട്ട് കുറച്ചായി. കാരണം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് പോകുന്നില്ലായിരുന്നു. എല്ലാ ശനിയാഴ്ച അമ്മ പോയിക്കൊണ്ടിരുന്നല്ലേ. അപ്പം ഇന്നൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടെ ഒന്ന് കൂട്ടത്തിൽ ചെല്ലാം. കാരണം കുറേ ആയില്ലേ നടന്നൊക്കെ പോയിട്ട്. അപ്പം നമുക്കൊന്ന് അറിയണമല്ലോ നടപ്പൊക്കെ റെഡിയാണോ എന്നൊക്കെ അറിഞ്ഞെങ്കിലല്ലേ പിന്നത്തോട്ട് തന്നെയൊക്കെ വിടാൻ പറ്റുള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ ഈ ഒറ്റയ്ക്കൊന്ന് നടന്നു പോകുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ സാമ്പാറിന് ഇന്നലെ രാത്രിയിലതിനാണ് ഞാൻ സാമ്പാർ വെച്ചത്. ഇല്ല പിന്നെ വേഗം ഒന്ന് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ 5-6 ദോശയും കൂടെ ചുട്ട് വെച്ചാൽ 7:30 ആകുമ്പോഴേ ഞങ്ങൾ പോകത്തുള്ളേ. അപ്പോൾ പതുക്കെ സാമട്ടി നടന്നൊക്കെ ഒന്ന് വന്നാൽ മതിയല്ലോ, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ. അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചു, സാമ്പാറിന് തിളയ്ക്കാൻ വെച്ചു. നമ്മളെ ദോശയും കൂടെ റെഡിയാക്കട്ടെ. ധൃതി കൂടിയിട്ട് ദോശ റെഡിയായില്ല കേട്ടോ. അവിടെ ഇവിടെ മാന്തിയ പോലായിപ്പോയി ദോശയുടെ കാര്യം. നല്ല സാരമില്ല. അപ്പം നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളെ ഭഗവാനെയൊക്കെ തൊഴുത് ഒക്കെ വരാം തൊഴുതൊക്കെ വരാം കേട്ടോ. പോയിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കാൻ പറ്റുവാണെ കാണിക്കാം. ഞങ്ങൾ രണ്ടും അങ്ങനെ അമ്പലത്തിലോട്ട് നടന്നോണ്ടിരിക്കുക കേട്ടോ. രാജു വർത്താനം പറഞ്ഞോണ്ടേ നടന്നപ്പോഴത്തേക്ക് നമ്മുടെ മൂത്ത മോൻ വിളിച്ചു. അവന് അവിടുന്ന് നാളെ എത്തുമല്ലോ. അപ്പം വെറുതെ എന്നും വിളിക്കും, രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ വിളിക്കും. അപ്പം ഞങ്ങൾ രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ നേരെ നോക്കത്തില്ല കേട്ടോ, വീഡിയോയിലോട്ട് നോക്കത്തില്ല, പ്രശ്നം പോവും. അതുകൊണ്ട് നേരെ നോക്കത്തില്ല, ഇങ്ങോട്ട് നോക്കത്തില്ല നടക്കുമ്പോ. അതുകൊണ്ട് ചൂട് തെറ്റിപ്പോവും. തിരുവാതിരയുടെ അല്ലേ, ചൂട് തെറ്റിപ്പോവും. ഗമയാന്ന് വിചാരിക്കും ആൾക്കാർ കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഗമയൊന്നും ഇല്ലെന്നറിയാം. അമ്മയ്ക്ക് എന്തിനാ ഗമ പ്രായമായപ്പോ. അപ്പൊ ഞങ്ങൾ അമ്പലം അടുക്കാറാകുന്നേ. ചന്ദനമൊക്കെ തിരഞ്ഞെടുക്കുവാണേ. കാരണം ഇടയ്ക്ക് വരാത്ത ദിവസമൊക്കെ കുളിച്ചിട്ട് തൊടാമല്ലോ. അതിന് ചന്ദനം ഇവിടുത്തെ തന്നെ വേണം, അതിന് തൊടാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി. ഞങ്ങളങ്ങനെ സ്മാർട്ടായിട്ട് പോയി ഇതേ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഓരോ തോന്നലാന്നേ, ഞാൻ അതിന് തന്നെ കൂട്ടത്തിൽ പോയത്. നല്ല മിടുക്കിയായിട്ട് നടന്ന് അമ്പലത്തിൽ പോയി ഇതേ വരുന്നു സുഖമായിട്ട്. കള്ളിപ്പെണ്ണാണേ. എനിക്കെന്തോ മഴ വരുന്നു എന്നും പറഞ്ഞ് നേരത്തെ കുട പിടിച്ച് നിർത്താൻ പറ്റുമോ? വരുന്നത് വരുമല്ലേ, എവിടായിരുന്നാലും വരുന്നത് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സും കൊടുത്ത് ഞാൻ വരുവാ. ഇത്രയും പറഞ്ഞപ്പോൾ പറയണേ, ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമല്ലേ. ഒരു ഇരുട്ടുകയറ്റം, കുഞ്ഞു വാവ, 16 വയസ്സുള്ള വാവ, അതും ഇരുട്ട് കയറുന്നെന്ന് തോന്നിയാൽ ഇരുട്ട് കയറി തന്നെ ഇരിക്കും അല്ലേ. നമ്മുടെ കവീസ് മ്യൂസിക് എന്നും പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഉണ്ടമ്മേ, എനിക്ക് കൂട്ട്. എൻ്റെ പൊന്നെ, അതിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഇത് തന്നെ. അപ്പം അതും എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയും, ജയയുടെ വീഡിയോ കാണുമ്പോൾ എന്ത് ഇതാന്ന്. ശരിക്കും നമ്മൾ നല്ല ഇതായിട്ട് തന്നെ എനർജിറ്റാക്കിയാണ് നടക്കണമെന്നേ. നമുക്കിപ്പം ഓരോ ദുഃഖങ്ങളും എല്ലാം, ഒരു ദുഃഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ഇല്ലേ, ഒരു സന്തോഷമുണ്ട് ഒരു ദുഃഖമുണ്ട്. അതെല്ലാം നമ്മൾ തരണം ചെയ്യുക, അല്ലാതെ വല്ലതും പറ്റുമോ? ഇവിടെ നോക്ക് രാജു, അഹങ്കാരി രാജു, നിങ്ങളുടെ രാജു അഹങ്കാരിയാ. അയ്യോ അത് കണ്ടോ, സംസാരിച്ച് വന്നപ്പോൾ ഒരാൾ അവിടെ നിന്ന് നോക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കസിൻ്റെ വീടാ കേട്ടോ. ഇതാണ് നമ്മുടെ കസിൻ്റെ വീടാണ് കണ്ടോ. നോക്കി നിൽക്ക, അവിടെ നിന്നോടാ, ഞാൻ പോവാ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. കട്ടൻ ചായ ഇട്ടു, ചേട്ടന് ചായയൊക്കെ കൊടുക്കട്ടെ. അതിന് മുമ്പ് ഞാൻ ചെറിയ മിനിറ്റ് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അപ്പം നമുക്കിനി ചായയൊക്കെ ഇടാം കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ വെപ്രാളത്തിലായി പോകും. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചില്ലെങ്കിൽ അല്ലേ, നമ്മൾ സടപൊടേന്ന എല്ലാ കാര്യവും ചെയ്യുന്നത്. സത്യമല്ലേ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര സടപടാന്ന് ചെയ്താലും ചിലപ്പോ താമസിക്കുമ്പോഴേ അതിന് വേറെ അല്ലേ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത്. നമ്മുടെ ഓരോ കാര്യങ്ങളെ, പെണ്ണുങ്ങളുടെ ഓരോ കാര്യങ്ങളെ, പെണ്ണുങ്ങൾ തന്നെയല്ല ആണുങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓരോന്നൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടംമാതിരി ആണുങ്ങളും ഉണ്ട്. നമ്മൾ അവരെ കുറ്റമൊന്നും പറയുമല്ല, നല്ല ജോലി ചെയ്യുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ ചായ അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞങ്ങളെ പൊട്ടിച്ചു. നേരത്തെ ആയിരുന്നു, നേരത്തെ മിടുക്കിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. കേട്ടല്ലോ, അത് തന്നെ കേട്ടോ. രണ്ടടിയുടെ ചുട്ട അടിയുടെ കുഴപ്പമുണ്ട്. ചൂരൽ ഞാൻ വാങ്ങിച്ചോണ്ട് വെക്കുന്നുണ്ട്. ചന്തയിൽ പോകുമ്പോ മാർക്കറ്റിൽ നിന്ന് പോയി വരുമ്പം ചൂരലൊക്കെ എടുത്ത് സെപ്പറേറ്റ് കാണാതെ വെക്കും. എന്നിട്ട് ഓരോ അമ്മമാരെ ഓരോരുത്തരൊന്ന് കാണിക്കുന്നല്ലേ, അതിന്റെയൊക്കെ കുറവാ ഇതൊക്കെ. അല്ല എന്നാ പറയേണ്ടത്, നല്ല സ്മാർട്ടായിട്ട് ഇങ്ങനെ നടന്ന് പോയി. എന്നിട്ടാണ് എന്റെ അവിടുന്ന് ഇരുട്ട് കയറുന്നു, എന്റെ മറ്റിടത്തുനിന്ന് ഇരുട്ട് കയറുന്നു. ഇരുട്ടൊക്കെ കയറും. ഇരുട്ട് കയറുന്നെന്ന് പറഞ്ഞാൽ ഇരുട്ട് കയറിക്കൊണ്ടിരിക്കും മനസ്സിൽ തോന്നിയ. മനസ്സിലായോ? അതായത് ബ്രെയിനാ. ഇത് തലച്ചോറിനകത്തുണ്ട്. കുറച്ച് ഭാഗം അതിനകത്ത് ഞരമ്പുകളൊക്കെ ചെറുതായിട്ടൊരു ക്ഷയമുണ്ട്. അന്നും പറഞ്ഞ അത് പോയിട്ടൊന്നുമില്ല. അത് പോയി ഈ കാലുവഴിയാണ് പെരുപ്പ് കയറുന്നത്. ഇവിടെ വേറെ ഒന്നുമല്ല, കാലുവഴി പെരുപ്പ് കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് കറങ്ങുന്ന പോലെ. ഒരു കറക്കലും ഇല്ല കേട്ടോ, ഒരു കറക്കലും ഇല്ല. ഇനി ഞങ്ങൾ ഇവിടെ കറങ്ങുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ, ആ ചിരി ഉണ്ടോ? ഈ ചിരി കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇന്നലത്തെ വീഡിയോയില്. ഇനി എങ്ങാനും ഇവിടെ കറങ്ങുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മക്കളും കൂടെ ഭരിച്ചു വെച്ചിരിക്കുക. ഭരിക്കും. കാരണം മേലെന്നുള്ള പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെ ഭരിക്കും അല്ലെ. ഇതെല്ലാം ഇങ്ങനെ തോന്നുവാണെ കാലേക്കൂടെ പെരുപ്പ് കയറിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു പെരുപ്പും കണ്ടില്ല. എന്നെക്കാൾ മിടിക്കായിട്ട് അമ്പലത്തിൽ കയറി തൊഴുതും കഴിഞ്ഞ് നല്ല സ്മാർട്ട് ആയിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ഒരു കണ്ണ് ഇങ്ങോട്ടേക്കാ. നമ്മൾ നേരെ നടക്കുകയാണെങ്കിൽ ഒരു കണ്ണ് ശ്രദ്ധിക്കും എങ്ങനുണ്ട്. ഒരു കുഴപ്പം കേട്ടല്ലോ. അതുകൊണ്ട് ഒരു 10 വർഷം കൂടെ ഇനിയും ആയുസ് ഇഷ്ടം മതി. 3 മാസം കൂടുമ്പോ ചെക്കപ്പ് എല്ലാ കാര്യത്തിനും വന്നിട്ട് ചുമ്മാ ഓടിക്കും എല്ലാം. അപ്പൊ ഞങ്ങൾ ഇനി ചേട്ടനെ കുളിക്കാൻ കയറിയോണ്ടാണ് ഞാനിങ്ങനെ വാചകടിച്ച് നിന്നത് കേട്ടോ. ഇതൊക്കെ എന്നാന്നറിയാവോ? ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ മനുഷ്യർക്ക് പ്രായമാകുമ്പോ ആദ്യം കയറും. ചിലവർക്കൊരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ട് പോകും. ഇത് ആദ്യം കയറിയിട്ടാണ് ഇങ്ങനെ അത് തോന്നുന്നു. ഇത് ഡോക്ടർ പറഞ്ഞു നമ്മളോട് കേട്ടോ. അങ്ങനെയുള്ള ഇതാ, അല്ലാണ്ട് നമ്മുടെ ബ്രെയിനേക്കാൾ നല്ല സൂപ്പർ ബ്രെയിനാണ്. ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പം മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞേ മേലെന്ന് പറയണ്ട, ഒരു കുഴപ്പമില്ല. ബ്രെയിൻ നല്ലത്, എല്ലാ അവയവവും നല്ലത്, എല്ലാ ചെക്കപ്പ് ഉണ്ടെന്നേ. എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ അത് ചെയ്തോ ഇത് ചെയ്തോന്ന്. അമ്മ സുരക്ഷിതമായിട്ട് അമ്മയുടെ ഓരോ കാര്യങ്ങളും 3 മാസം കൂടുമ്പോൾ അടിപൊളി ഡോക്ടർ കൃഷ്ണകുമാർ, VS കൃഷ്ണകുമാർ. എല്ലാ തൈറോയ്ഡ്, കൊളസ്ട്രോൾ, LDL, VLDL, SGPT, ഷുഗർ, പ്രഷർ അല്ലാതെ നോക്കും. ഇതെല്ലാം 3 മാസത്തിൽ ഒരിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം നോക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കൊളസ്ട്രോളിന്റെ തൈറോയിഡിന്റെ മാത്രം ആയുഷ്കാലം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് നോർമൽ ആകണമെങ്കിൽ അങ്ങനെ കഴിക്കണമല്ലോ. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുക കേട്ടോ. അപ്പോൾ MRIയുടെ തന്നെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമുക്കൊരു മനസ്സിനൊരിതുണ്ടല്ലോ, അയ്യോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, അയ്യോ നമ്മളത് എടുക്കേണ്ടതായിരുന്നു, ഇനി അതിനകത്ത് വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ, ശരിയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തോന്നാതിരിക്കാൻ മാത്രം പോയി എടുത്താട്ടോ. ഒരു കുഴപ്പമില്ല. ഒരു 10 വർഷത്തെ ഗ്യാരണ്ടി ഞാൻ പറയും കേട്ടോ. നമുക്ക് സന്തോഷമല്ലേ അതൊക്കെ. അപ്പൊ പോയിട്ട് വന്നിട്ട് ഒരു കുഴപ്പമില്ല. ചേച്ചി വിചേച്ചി നിങ്ങളോടുകൂടെ പറയുന്ന ഒരു കുഴപ്പമില്ലെന്ന് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ മാങ്ങ ചമ്മന്തി അരച്ചു കേട്ടോ. മാങ്ങ ചമ്മന്തി അരച്ചു. ആഹാ, സൂപ്പർ ചമ്മന്തി. ഒന്നുകൂടെ വെക്കാം. ഇത് അമ്മയ്ക്ക് വേണ്ടി നോക്കിയതാ, ഇത് എനിക്ക് വേണ്ടി.
നേരത്തെ അമ്മയ്ക്ക് വേണ്ടിയാ നോക്കിയ, ഇപ്പൊ എനിക്ക് വേണ്ടി നോക്കി. നീ ചേട്ടന് വേണ്ടിട്ട് നോക്കട്ടെ, ചേട്ടൻ നോക്കുന്നതായിട്ട്. പിള്ളേരെ വിടാൻ പറ്റുമോ? എന്നാ പിള്ളേരെ കൂടെ വിടാം. അങ്ങനെ കുറെ സമ്മതി നന്ദുക്കുട്ടന് വേണ്ടിട്ട് മൂത്തയാക്കാൻ മൂത്തയാളും പറഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്കും കൂടെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നോക്കണ്ടേ? അങ്ങനെ വേണം, എന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് കേട്ടാ. സൂപ്പർ. എല്ലാരും എന്നെ കളിയാക്കണ്ട, ഇത്രയും മിച്ചമുണ്ട് കേട്ടോ. അതുകൊണ്ട് കൈയൊക്കെ കടി. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാൻ. നമുക്ക് അടുത്ത ചെതിനോത്തോടൊപ്പം മെഴുക്കുരട്ടി വെക്കണം. അപ്പൊ ഇതെല്ലാം അടച്ചു വെച്ച് കൈയൊക്കെ കഴിഞ്ഞിട്ട് വരാം. എത്തിയോ? ആ ആ അപ്പൊ നമുക്കിതാ മെഴുക്കുരട്ടി അങ്ങോട്ട് വെക്കാം കേട്ടോ. മെഴുക്കുരട്ടിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അയ്യോ, പച്ചമുളക് ഇട്ടിട്ടില്ല. നമ്മുടെ അമ്മയുടെ കയ്യെ പച്ചമുളക് എടുത്താലേ നീറി പുകഞ്ഞു കയറുമെന്ന് പറഞ്ഞു. ഇനി അതാണ് ഒരു അസുഖം, അതും മാറ്റി കൊടുക്കാം. ശരിയായോ? അപ്പം ഞാൻ പച്ചമുളകും കൂടെ എടുത്തോണ്ടേ. പച്ചമുളക് ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അസുഖമൊക്കെ പോയായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. ഇതാ ഞാൻ അവർക്ക് എപ്പോഴും പറയാ പച്ചമുളക് അരിയാൻ വരാം, അതുകൊണ്ട് ഞാനാണ് അരിയുന്നത്. അപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. ഇനി നമുക്ക് കത്തിച്ച് അവിടെ കിടന്ന് അവൻ അങ്ങ് വേകട്ടെ. നമ്മുടെ ചെറിയ അടുപ്പി ചെറുതായിട്ട് കിടന്ന് വേകട്ടെ എന്നുള്ള പരിപാടിയാണ്. ഇത്രയും കഴിഞ്ഞ് പുളിയെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ മുടിയെ ചീകി കെട്ടിവെക്കും. അപ്പൊ നമുക്ക് കെട്ടിവെക്കാം. അപ്പൊ നമ്മുടെ തലയൊക്കെ നമുക്ക് ചീകി വെക്കാം അല്ലേ? എന്നൊക്കെ പണിയല്ലേ, തല ചീകണം. എന്തൊക്കെ ജോലി ചെയ്താലോ ഒരു ദിവസം കടന്നു പോകുന്നത്. ആർക്കാരും പറഞ്ഞാൽ മനസ്സിലാവൂ? നമ്മളെ ആണുങ്ങൾക്കാണ് ഒന്നും മനസ്സിലാവാത്ത. എന്നാ പണിയെന്നല്ലേ എല്ലാവരുടെയും ചോദ്യങ്ങളും. എന്നാ ഒരു ദിവസം കയറി ഒന്ന് അടുക്കള ചെയ്ത് കാണിക്കുക. അതുമില്ല ഇല്ലേ? അപ്പൊ നമ്മുടെ മുടിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണ്ടേ? നമ്മൾ മുടിയെ നമ്മൾ സംരക്ഷിച്ചോണ്ട് ഏത് നേരം ഇരുപ്പ. സംരക്ഷിച്ച് എവിടം വരെ എത്തുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഏത് നേരം സംരക്ഷിച്ച് എന്റെ മുടി അവസാനം എന്നതാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ എന്താണേലും നമ്മുടെ മുടി നന്നായിട്ട് തന്നെ ആവുന്നുണ്ട്. ഒരു തരി പോലും കൊഴിയുന്നുമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ചീകുക. നമ്മൾ എന്നാണേലും നല്ല രീതിയിലൊക്കെ ചീകണം കേട്ടല്ലോ. ചീകിട്ട് ഇന്നലെയോ അബദ്ധം പറ്റി, ഇന്നല്ല നാളെയെങ്കിലും ടിപ്സ് ഒക്കെ കാണിക്കുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കണം. ഇങ്ങനെ ചീകിയിട്ട് ശരിക്കും പൊറോട്ടിട്ട് ചീകണം കേട്ടോ. ഇന്നലെ ടിപ്സ് ചെയ്തപ്പോഴുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഞാൻ ഇങ്ങനെയൊക്കെ ചീകിയതാണേ. പക്ഷെ ഉണ്ടല്ലോ പറ്റിയില്ല. എന്നാ ചെയ്യാനാന്ന് പറ. ഇതുണ്ടല്ലോ ഞാൻ ദിവസവും ചെയ്യുന്ന കേട്ടോ. ടിപ്സ് ചെയ്യുമ്പോ തന്നല്ലേ, രാവിലെ എഴുന്നേക്കുന്ന ഉടനെ ഇങ്ങനെ ചീകി കെട്ടിവെക്കും. രാത്രിയില് കിടക്കുമ്പം ഇങ്ങനെ ചീകി കെട്ടിവെക്കും. നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തേ. ഒന്നും അനുസരണയില്ല ആർക്കും പറഞ്ഞ. എന്നിട്ട് എന്റെ മുടി കിളിക്കുന്നില്ല ചേച്ചി, എന്ത് ചെയ്തിട്ടും കിളിക്കുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആരും ഒന്നും വേണ്ട വിധം ചെയ്യുന്നില്ല. അതാണ് മുടി കിളിക്കാത്തതിന്റെ കാര്യം, അല്ലാണ്ട് ഒന്നുമല്ല. ഒരു തൈറോയിഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്നെ ഇതാക്കല്ലേ. ഒരാൾ എഴുതിയേക്കുവാണേ, ഒരു സബ്സ്ക്രൈബർ എഴുതിയേക്കുവാണ്, ചേച്ചി എനിക്ക് 52 വയസ്സായിരുന്നു. 52 വയസ്സൊക്കെ വല്ല വയസ്സും ആണോ? ആണോ അല്ലയോ? 52 വയസ്സാണോ? അല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ച് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയല്ലേ. ഈ 52 വയസ്സും 60 വയസ്സും ഒന്നും അല്ലെന്നേ. എന്താ അതൊക്കെ മനസ്സിലാക്കാത്തത്? എനിക്ക് അതിശയം കൊണ്ട് വയ്യായിരുന്നേ. എന്റെ ദൈവമേ, ഈ 52 വയസ്സൊക്കെ അതിലും വലിയ ആൾക്കാർ വയസ്സുള്ളവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. എന്നിട്ട് 52 വയസ്സാണ്. എങ്ങനെ എനിക്ക്
എനിക്ക് ദേഷ്യം വരാതെ ഇരിക്കുമെന്ന് പറ നിങ്ങൾ പറ. ഒരാൾ ചോദിച്ചു ഈ ചീപ്പ് എവിടുന്നാ വാങ്ങിച്ചെന്ന്. എന്റെ പൊന്നു മക്കളെ, ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. എല്ലാം എന്താ ലേഡീസ് സ്റ്റോർ ഇല്ലേ നമ്മുടെ കോട്ടയത്തുണ്ടല്ലോ, എല്ലാം കൂടെ ഈ നിങ്ങൾ ഈ ക്രീമൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിലേ, ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. ക്രീം ഇടുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുന്ന് എല്ലാവരും പോകുന്നുണ്ട്. കല്ലറക്കൽ എന്നും പറഞ്ഞ് ഒട്ടി പൊളിയാ കേട്ടോ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടല്ലോ. അതുകൊണ്ട് അത് വേണ്ടിയവർ അങ്ങോട്ട് പോകും. അവിടെ ഈ ചീപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചീപ്പിന് വേണ്ടിയിട്ട് കല്ലറക്കലൊന്നും ആരും പോണ്ട കേട്ടോ. അതായത് അവിടെയൊക്കെ വലിയ അങ്ങേറ്റത്തെ സ്റ്റൈൽ ആൾക്കാരൊക്കെ ചെല്ലുന്ന ഭയങ്കര സ്റ്റൈലുള്ളവർ കേട്ടോ. എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്നതല്ല. പിന്നെ ഞാൻ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോനെ ഈ അവന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഫേസ് വാഷ് ക്രീം, നീ തന്നെയാണ് ഇതൊന്നും ഉപയോഗിക്കാത്തത്, നീ ഇത്ര നാളായിട്ടൊന്നും ഇത് ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ഓഫീസിലെ പിള്ളേര് വഴക്ക് പറഞ്ഞു. അവന് ഒരു സ്റ്റൈലും ഇല്ല കേട്ടോ. അപ്പം അവൻ പറഞ്ഞു, അമ്മേ അവരെനിക്ക് കുറച്ച് സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്, ഇന്നതൊക്കെ ഉപയോഗിക്കണം. നമ്മൾ അടിപൊളി സാധനങ്ങൾ എഴുതി ഞാൻ നോക്കി, എനിക്ക് കാണാൻ പറയാലോ. നോക്കി അവിടെ ചെന്നു, ഞാനും മോനും കൂടെ ചെന്ന് നോക്കിയപ്പോൾ ഡൗവിൻ്റെയും നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. ഫേസ് വാഷ് മേടിച്ചു, മോയ്സ്ചറൈസിങ് ക്രീം മേടിച്ചു അവന്, പിന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം മേടിച്ചു, പിന്നെന്താ ഇത്ര 3 എണ്ണം മേടിച്ചു. അമ്മയ്ക്ക് വല്ലതും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നീ ചോദിക്കാതെ ഞാൻ ചാടി എടുത്തേനേന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. അങ്ങനെ അതെല്ലാം മേടിച്ച് അപ്പൊ കല്ലറക്കൽ അതിനു വേണ്ടി മാത്രം വേണ്ട. ദാ ഇതുപോലത്തെ ചീപ്പ് വേണ്ട. ഇത്രയും മുടി ചെട പിടിച്ച് വന്നു കേട്ടോ. ചെടയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലാതെ ഇത്രയും ചീകിട്ടോ ആകെ ഇതല്ലേ പോയുള്ളൂ. ഇപ്പൊ മുടിയൊന്നും പോത്തില്ല, നല്ലതായിട്ട് നോക്കിയാൽ മതി. ഓരോരോ ടിപ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ആദ്യം മുടി ഒരിക്കലും പോത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ സമയം കളയണ്ട. നമുക്കെന്നാ നമ്മുടെ ഒരു ഡാൻസ് കളിച്ചാ, ഒരു മുറൈ വന്ന് വാർത്തായുടെ ഡാൻസ്. നാഗവല്ലി മനോഹരി, ആ പാട്ടൊന്ന് പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ. ഒക്കുവാണെങ്കിൽ ഷോർട്ട് ഇടാവേ. നമുക്ക് വെയിറ്റ് കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് അറിയാവോ? ഒരു യോഗയുണ്ട്, വൃക്ഷാസനം. അതായത് ഒറ്റക്കാലിൽ നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുവാണെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ നിൽക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് വെയിറ്റ് സാധാരണ രീതിയിൽ ഉള്ളൂ. എന്റേത് കാണിച്ചു തരാം. എനിക്ക് സാധാരണ രീതിയിലുള്ള വെയിറ്റ് ഒളിച്ചൂടെ കുറയ്ക്കാം, എന്നാലും എനിക്ക് യോഗ ചെയ്ത് എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ കണ്ണ് തുറന്നാ നിൽക്കുന്നത്. ഇപ്പം കണ്ണടച്ചാണ് നിൽക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കോണം എത്ര നേരം നിൽക്കുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത്ര നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് വലിയ കൂടുതലില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ കൂടുതൽ നേരം നിന്ന് അത്രയും കാലിന് നല്ലതാ കേട്ടോ. നമ്മുടെ അമ്മയൊന്ന് പിടിപ്പിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ച് നിർത്തിയാലോ? നിൽക്കുവോ? ഇല്ലായിരിക്കും അല്ലെ? പറ്റത്തില്ലായിരിക്കും അല്ലെ? ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോ പതുക്കെ കൈതാത്ത് ഈ കാലിനെ ഈ കൈ കൊണ്ടെടുത്ത് ഇങ്ങോട്ട് താത്ത് വെച്ച് അടുത്ത കാല് ഇങ്ങനെ വെച്ച് നിൽക്കുക. ഇതെല്ലാം അടുക്കളയിൽ മെഴുക്കുവരട്ടി ഇട്ടിട്ടാണ്. മെഴുക്കുവരട്ടി ഒരു വശം അവിടെ കിടന്ന് മൂത്തോളും. നമ്മുടെ ഇത് യോഗ ചെയ്യുമല്ല കേട്ടോ, ഇതിങ്ങനെ ഒരു ഇതാണ്. നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി സമയമൊന്നും കളയാൻ പറ്റത്തില്ല, നമുക്ക് വീഡിയോ നീണ്ടുപോകും. 11 മണിയായി. ചേട്ടൻ പുറത്തോട്ട് പോയ സമയം ഇതൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ ഞെട്ടിപ്പോത്തില്ലേ, എന്റെ ഭാര്യക്ക് വട്ടുപിടിച്ചോ ഇതെന്തായി കാണിക്കുന്നേന്ന്. അതുകൊണ്ട് ഞാന് ചേട്ടൻ പോകുമ്പോഴാണ് ഈ ചില്ലി പണികളൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് താഴോട്ടിറക്കി നിന്നു. പിന്നെ കുറെ ആൾക്കാർക്ക് വാവാന്ന് പറഞ്ഞ് എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആർക്കും ഒരു വാവില്ല, ഒന്നുമില്ല കേട്ടല്ലോ. ഇനി മേലിൽ ഉവാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. എല്ലാത്തിനും ശരി വെട്ടക്കുറവുള്ളൂ അല്ലേ? നോക്കട്ടെ. അറിയാം മഴക്കാറുണ്ട്, അതുകൊണ്ടാട്ടോ. ആരും ഇനി അസുഖം പറഞ്ഞ അസുഖം വരത്തല്ലേ. എന്റെ അമ്മയുടെ അസുഖം പോയി. ഞാൻ ഇന്ന് കൊണ്ടുപോയി അസുഖം എല്ലാം മാറ്റി കൊടുത്തു. ഡോക്ടറാ, സൈക്കാട്രിസ്റ്റ് JS നായർ കേട്ടല്ലോ. അതായത് അസുഖം ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ
ഇവരുടെ നല്ല ഇടത്തരം പ്രായം, ചില ആണുങ്ങൾക്ക് പ്രായമുള്ളവർക്കൊക്കെ വരാറുണ്ട് ഇങ്ങനെ. എനിക്കിപ്പം ഇന്ന അസുഖമാണ്, എൻ്റെ തലയിലൂടെ പെരുപ്പ് കയറുന്നു, എൻ്റെ കാലുവഴി ഇങ്ങനെ, ഞാൻ അങ്ങോട്ട് നടന്നു പോയാൽ എന്താ പറ്റുന്ന, വീണ് കഴിഞ്ഞാൽ അടുത്തൊന്നും വീടുകളൊന്നുമില്ല. ഞാനപ്പം നല്ല ധൈര്യം കൊടുത്തു. ഞാൻ പറഞ്ഞു, വീടുകളൊന്നും വേണ്ട, ഒരു വീടും വേണ്ട, വീഴത്തുമില്ല, അഥവാ വീണാല് വീതിയാന്നങ്ങ് വെക്കും, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി ധൈര്യമായേ. അതേപോലെ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ പിടപ്പുണ്ട് തന്നെ വിടാൻ. അപ്പം അതായത് നമ്മളത് അവരെ അറിയിക്കരുത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ രാവിലെ പറഞ്ഞു ഞാനിവിടെ ഇന്ന് അമ്പലത്തിൽ വരുന്നുണ്ടെന്ന്. ഇന്നലെ പറഞ്ഞു ഞാനിവിടെ അമ്പലത്തിൽ വരും. അപ്പോൾ ഇച്ചിരി ഒരിതായേ, ഇഷ്ടമായി. അപ്പൊ എന്നോട് നീ നടന്നു വരുവാണോ? ഞാൻ പറഞ്ഞു എന്നാ, നടക്കേണ്ട സമയം നടക്കും. നമ്മുടെ അച്ഛന് പണ്ടത്തെ കാലത്ത് നമ്മളെന്നാ അങ്ങ് i20 എന്നാ കിയ സെൽറ്റോസയിലും ഒന്നും അല്ലല്ലോ കയറി നടന്നുകൊണ്ടിരുന്നത് നമ്മൾ. ആണോ അല്ലയോ നിങ്ങൾ പറ, ആണോ അല്ലയോ? അല്ലല്ലോ, ഒരുമാതിരിപ്പെട്ടവരൊന്നും അല്ലല്ലോ. ചിലവരൊക്കെ കാണുമായിരിക്കും, ഞങ്ങളൊന്നും അല്ലായിരുന്നു, ഉള്ള കാര്യം പറയാം. നേരെ ചൊവ്വേ ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാലത്ത്. അച്ഛനും ഞങ്ങൾ പെൺമക്കളും ഞങ്ങളെല്ലാം കൂടെ താമസിക്കുമ്പോഴത്തേക്കും ഒരു സൈക്കിളില്ല, വീട്ടു സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രൈൻഡർ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു, വാഷിംഗ് മെഷീൻ ഇല്ല, ഫ്രിഡ്ജ് ഉണ്ട്, TV ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, VCP ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് സിനിമ കാണുമായിരുന്നു, അത് ഭയങ്കര ഇതായിരുന്നു. അത് അങ്ങനൊക്കെ. അപ്പൊ അതൊക്കെ അന്ന്. സൈക്കിൾ ഉണ്ടായിരുന്നോ? സ്കൂട്ടർ ഉണ്ടായിരുന്നോ? ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നോ? കാർ ഉണ്ടായിരുന്നോ? ഇതൊന്നുമില്ലാതെ നമ്മളെങ്ങനെ കഴിഞ്ഞു? നമ്മുടെ അച്ഛൻ വെയിറ്റുകൾ താങ്ങി കിലോ കണക്കിന് സാധനങ്ങളും മേടിച്ച് ചുങ്കത്തൂന്ന് നടന്ന് 10 മിനിറ്റോളം നടന്ന് വീട്ടിൽ വന്ന സാധനങ്ങൾ ഇട്ട് തരുമ്പം അതിനൊരു വിലയില്ലായിരുന്നു. ഉണ്ടോ ഇല്ലയോ? നമുക്ക് പക്ഷെ വിലയുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പേടിച്ചു തൂറിയായിരുന്നു. അപ്പം ഞങ്ങള് ആ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള, വിളിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കത്തില്ല, നമ്മൾ വന്നിരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട അവിടെ ഇരിക്കുക, അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വേണ്ട വെറുതെ സമയങ്ങൾ. അപ്പം അന്നും നമ്മളെല്ലാം ജീവിച്ചില്ലേ? ഇന്നിപ്പോ ആൾക്കാർ പറയുന്നത് എന്നാ, അയ്യോ എങ്ങനെ അങ്ങോട്ട് നടന്നു പോകും, നമ്മൾ ഉൾപ്പെടെ പറയുന്നതാണ്, എങ്ങനെ അങ്ങോട്ട് നടന്നു പോകും നമ്മൾ, വണ്ടി ഇല്ലല്ലോ, ഒരു ഓട്ടോ കിട്ടുമായിരുന്നെങ്കിൽ. ഇതെല്ലാം മനുഷ്യന്റെ അക്രമം, അഹങ്കാരമുള്ള ആൾക്കാരായിട്ട് നമ്മളിപ്പം വളരുന്നത്. കാരണം നടക്കേണ്ട സമയം നടക്കണം. ഞാൻ അതുകൊണ്ട് എന്തു വേണ്ടി നിങ്ങളുടെ ജയ ഇന്നലെ ഒറ്റ വിടിയിൽ നടന്ന് ചുങ്കത്ത് പോയി. അമ്മയ്ക്ക് ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പം എണ്ണ വേണമെന്ന് പറഞ്ഞിരുന്നു, നല്ലെണ്ണ. നമ്മൾ അമ്പലത്തിൽ കൊടുക്കുമല്ലോ, നല്ലെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ തലമുടി വെട്ടാൻ വേണ്ടി പോയി. ചേട്ടനുള്ളപ്പോ ഒരു പക്ഷെ ചിലപ്പോ എന്നോട് പറയും എന്തിനാ നടന്നു പോന്നേ, വണ്ടി എടുത്തോണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ചേട്ടൻ സമ്മതിക്കോ, എനിക്കൊന്ന് നടക്കാനെന്ന് പൊക്കോളാൻ പറയും. ചേട്ടൻ മുടി വെട്ടാൻ പോയപ്പം ചേട്ടൻ ബോറടിക്കണ്ടല്ലോ ഞാൻ നടന്നു പോകുമ്പോ, അതുകൊണ്ട് മുടി വെട്ടാൻ പോയ സമയം ആ സമയത്ത് തന്നെ ഞാനും കൊടയും ചൂടി ഒരു ചെറിയ ബാഗും പിടിച്ച് നല്ലെണ്ണയും മേടിച്ച് ഇങ്ങോട്ട് സാമ്പ്രാണി, അമ്മയ്ക്ക് സാമ്പ്രാണി വേണം. എന്താ എനിക്ക് നടന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? എനിക്കും നോക്കണ്ടേ ഇടയ്ക്കൊക്കെ നടന്നിട്ട് കുഴപ്പമുണ്ടോ? ഞാൻ ഇഷ്ടമാതിരി നടക്കുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പോസിറ്റീവ് ചിന്തിക്കുള്ളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല. പോസിറ്റീവ് വേണം ചിന്തിക്കുക, അല്ലാതെ അയ്യോ എന്റെ പ്രശ്നം നടന്നിട്ട് അങ്ങനെ ഉണ്ടോ, അതൊന്നും വേണ്ട, അതൊന്നും ഇല്ല. കൂടുതൽ വരുമ്പോ ഡോക്ടറെ കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നടന്നു പോയി, നടന്നു തിരിച്ചു വന്നു. അമ്മ ഒരു ചോദ്യം, എടീ നീ ഇത്ര പെട്ടെന്ന് ചുങ്കത്തിന്ന് വന്നോ? ഞാൻ പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നടന്നു പിടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നേ. പണ്ട് കൊച്ചുണ്ടായി, നമ്മുടെ നന്ദുക്കുട്ടൻ മൂത്തയാളുണ്ടായപ്പം എളി വെച്ച് ഇവിടുന്ന് നടന്ന് ചുങ്കം വരച്ചെന്നാണ് ഓട്ടോയെ കയറി ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. ശരിക്കും ഞാൻ പറയുകയാണ് നിങ്ങളോട്, അങ്ങനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കൊച്ചുണ്ടായി, മൂത്തുണ്ടായി, കുറച്ച് രണ്ടാമത്തെ ആയി കഴിഞ്ഞപ്പോ അഹങ്കാരം കയറി, പതുക്കെ ഓട്ടോ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അവിടെ നിന്നൊന്നും അറിയുന്നില്ല, നടന്നൊന്നും പോന്നെ. പിന്നെ അന്നൊന്നും ശമ്പളം കൂടുതലില്ല, ചേട്ടനൊന്നും അധികം ശമ്പളം ഇല്ല, കയറി കുറച്ചല്ലേ ആയുള്ളൂ. അല്ല ചേട്ടൻ കയറിയിട്ട് കുറച്ചായി, എന്നെ കല്യാണം കഴിച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. കല്യാണം കഴിച്ച് ഇവിടെ 5 മാസം ചേട്ടൻ ഇവിടെ നിന്നു. ഒരു ഗിഫ്റ്റും എനിക്കുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ആദ്യത്തെ ഉണ്ടായി. അത് കഴിഞ്ഞാണ് ചേട്ടൻ പോയത്. കൊച്ചിന് 5 മാസം ഉള്ളപ്പോഴാണ് ചേട്ടൻ പോയത്. അന്നേരം ചേട്ടന് അത്ര ശമ്പളം ഇല്ല, പിടിച്ച് ജീവിക്കണ്ടേ നമ്മള്. അച്ഛനും ഉണ്ട് ഇവിടെ, അച്ഛൻ പാവം, അച്ഛൻ പൈസ ഒക്കെ എടുക്കും. അതിന്റെ ഞാൻ പറയാം, ചേട്ടൻ ഒരു വിധം അയക്കും. ചേട്ടൻ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, എനിക്കുള്ള പൈസ ചേട്ടൻ അയക്കും. എന്നെ കല്യാണം കഴിച്ചല്ലേ, പിന്നെ അച്ഛനൊക്കെ ചെലവിനെടുക്കാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനൊന്നുമില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം രണ്ടാമത്തെ കൊച്ചുണ്ടായി, പതുക്കെ ഓട്ടോയ്ക്ക് കൈനീട്ടാന്ന് പറഞ്ഞു. എന്താ അമ്മ പറയുന്നു, അമ്മയ്ക്ക് നടക്കാൻ മേല. അപ്പൊ അമ്മ എന്റെ കൂട്ടത്തിൽ വരും കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ അന്ന് അമ്മ ചുറാന്നുള്ള രാജമ്മയായിരുന്നു, ഒരു കുഴപ്പമില്ല. അച്ഛനുള്ളപ്പോ ചുറുകുറുപ്പുണ്ടായിരുന്നു. എന്താ ആരും താങ്ങാൻ ഇപ്പൊ അന്ന് അച്ഛൻ താങ്ങും, ഇന്നിപ്പം ഞാൻ താങ്ങുമെങ്കിലും
എല്ലാത്തിനും നമ്മൾ പിന്നെ പിന്നെ വണ്ടിയെ കയറാൻ തുടങ്ങി. അതാണ് ഈ കുഴപ്പം വന്നത്. ഈ വണ്ടിയെ പോയി എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് എല്ലാവർക്കും അസുഖവും ആവുക. ഇടയ്ക്കൊക്കെ നമ്മളെല്ലാവരും നടക്കണം കേട്ടോ. എത്ര കുബേരന്മാരായിക്കോട്ടെ, എത്ര പൈസ ഉള്ളവരായിക്കോട്ടെ, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നടക്കണം. അത് ചെരുപ്പില്ലാതെ വേണം നമ്മുടെ മെറ്റിലിനകത്തൂടെയൊക്കെ നമ്മൾ നടക്കാൻ. അയ്യോ എൻ്റെ കാല് മേലെ എൻ്റെ ഉപ്പൂറ്റി വേദന എടുക്കുകയേ, 2, 3, 4 ദിവസം ഉപ്പൂറ്റി വേദന എടുക്കുമായിരിക്കും. പിന്നെ നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങും, നമ്മുടെ കാലയിലെ വേദനകളെല്ലാം പോവും. യോഗ ചെയ്ത് തുടങ്ങി കുറച്ചായാലും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പൊ ആ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നല്ല വേദനയായിരുന്നു കാലിനൊക്കെ. എന്താ, നമ്മുടെ തൊട ഇവിടെ ഒക്കെ നമ്മൾ അനക്കുന്നുണ്ടോ, നമ്മൾ കാല് വെക്കുന്നുണ്ടോ? അപ്പൊ ആ വേദന വരും. നമ്മുടെ അമ്മ പറയും, എന്തെങ്കിലും ഒരു ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കുനിഞ്ഞൊക്കെ ചെയ്യുമ്പില്ലേ, ഓ നടുവിന് വേദനയാടി, ഇന്ന് ആ വേദന വരുമെന്ന് തോന്നുന്നു. ഏത് വേദന? ഈ അനങ്ങുമ്പം ഇപ്പൊ ഇവരൊന്നും അനങ്ങുന്നില്ലല്ലോ കൂടുതല്, മേല അതൊന്നും ചെയ്യണ്ട. പക്ഷെ ആ അനങ്ങുന്ന സമയമാണ് ഈ വേദന വരുന്നത്. ആരോട് പറയാം? ഇന്നിപ്പൊ സുഖമായിട്ട് ഞാൻ കൂട്ടത്തിൽ പോയപ്പോ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് കേട്ടോ. അതുകൊണ്ട് ചുമ്മാ MRI ഒക്കെ എടുത്താണ് ഒരാശ്വാസത്തിന്. നാളെ ഒരു സമയം എനിക്ക് തോന്നരുത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലല്ലോ എന്നൊരു തോന്നല് വരരുത്. മനുഷ്യന്റെ കാര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കുഴപ്പമില്ല. മിടുമിടുക്കിയായിട്ട് നടന്ന് ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ നല്ല ഉപദേശങ്ങളെല്ലാം കൊടുത്തു. ചേച്ചിമാരെ ഉപദേശം വിളിച്ചു പറയും, ഞാൻ എന്നും ഇവിടെ വെച്ച് ഉപദേശിച്ചോണ്ടിരിക്കും. ഇപ്പൊ മഹാഭാരതോ എന്തോ ഇത് വായിക്കുവാണ് അവിടെ ഇരുന്ന്. ഇരുന്ന് വായിച്ചോളാൻ പറഞ്ഞു. ഇതുപോലുള്ള അമ്മമാരെല്ലാം വെറുതെ ഇരിക്കുന്ന അമ്മമാരെല്ലാം യോഗം ചെയ്തവരാന്ന് പറയാം. പക്ഷേ അവരെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളും വായിച്ചോണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് ഒക്കെ വേണം അല്ലേ. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോകും. സിനിമയ്ക്ക് പോയാൽ കൊണ്ടുപോകും, ടൂറിന് പിന്നെ കയറാൻ മേലാത്ത സ്ഥലത്താകുമ്പോൾ അമ്മ തന്നെ പറയും ചിലപ്പോൾ, എടി എനിക്ക് അവിടെ പറ്റത്തില്ല, ഞാൻ ഇന്നടത്ത് നിന്നോളാം. രണ്ടാമത്തെ ചേച്ചിയുണ്ട്, അവളും കൂടെ വരുവാണെങ്കിൽ അമ്മയുടെ അനിയത്തിയുണ്ട്, എവിടാന്ന് വെച്ചാൽ സുഖമായിട്ട് നിൽക്കാം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്ത് നോക്കണം. നമ്മൾ ഓട്ടോറിക്ഷയിലും അതേലൊന്നും കൂടുതലൊന്നും കയറി ഓടരുത് കേട്ടോ. കുറച്ചൊക്കെ നിങ്ങൾ നടക്കണം. എത്ര പ്രായമുള്ളവര്, എത്ര എന്താ പറയണ്ടേ, പൈസക്കാരും ആയിക്കോട്ടെ, നമുക്കൊന്നും പൈസക്ക് യാതൊരു ദാരിദ്ര്യവും ദൈവത്തിന്റെ ഇതുകൊണ്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൊച്ചുനാൾ മുതൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം പ്രയോഗിക്കുന്ന പൈസ ഇട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ പണ്ട് നമുക്ക് പറ്റത്തില്ല. കാരണം 3 എണ്ണത്തിനെ വളർത്തി ഇത്രയാക്കിയ നമ്മുടെ അച്ഛനെ അമ്മ സ്തുതിക്കണം അല്ലെ. ശരിക്കും പറഞ്ഞ പഠിത്തത്തിന് പഠിത്തം, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ. അപ്പം ആദ്യം അച്ഛൻ നിസ്സാര പൈസക്കായിരുന്നു, പിന്നെയാണ് വാട്ടർ അതോറിറ്റിയിലോട്ട് കയറി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സാലറി കുറവല്ലേ. പക്ഷെ അന്നും മീനും ഹീനും എല്ലാം മേടിക്കുമായിരുന്നു അച്ഛൻ. അന്നൊക്കെ ഞങ്ങൾക്കൊരു കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ഒരു പറ്റ് മനുഷ്യനുണ്ടായിരുന്നു. മാസത്തിലായിരുന്നു കൊടുക്കുന്നത് പൈസ, പറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്നും ഇപ്പം വീഡിയോയ്ക്കകത്തോണ്ട് കുറച്ച് കഷ്ടം പിടിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും സങ്കടപ്പെടണ്ട. അവരും ഇതേപോലെ ഉയർന്ന് എല്ലാവരും വരും കേട്ടോ. ആർക്കും ദൈവം അങ്ങനൊന്നും വരുത്തത്തില്ല. പിന്നെ വരുന്നത് വിധിയാന്നേ നമുക്ക് പറയാൻ പറ്റുമോ? അത് എവിടാണേലും. ഇപ്പൊ എൻ്റെ അമ്മ നമ്മൾ നടന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആഴ്ച ഇങ്ങനെ ഞാൻ വരുന്നുണ്ട്, എനിക്കറിയണം. ഞാൻ ട്യൂൺ ചെയ്ത് നോക്കും, നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് നടന്ന് ഓരോ ക്ലാസ് ഒക്കെ കൊടുത്തു. വണ്ടി വരാതെ സൈഡ് ചെവി കേൾക്കത്തില്ല സൈഡ്. എടാ ഞാൻ എപ്പോഴും നടന്നു പോകുന്നതല്ലേ, അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊന്നും എനിക്ക് പേടില്ല. തലേന്നൊരു കാലേന്നൊരു പെരുപ്പ്, ഒരു പെരുപ്പും ഇല്ല എന്ന് പറഞ്ഞു. സമാധാനമായി. അങ്ങനെ കുഴപ്പമില്ല, അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എവിടെ വെച്ചാണേലും വരാനുള്ളവരും. നാളെ ഒരു സമയം ഞാനാണേലും വണ്ടിയെ പോന്നു, വരണ്ടി വരത്തില്ലേ? ഇവിടെ ഇരിക്കുന്നു, വരണ്ടി വരത്തില്ലേ? അമ്മ അവിടെ തിണ്ണയിരിക്കുന്നു, ഒറ്റയ്ക്കിരുന്നാലും പെട്ടയ്ക്കിരുന്നാലും വരണ്ടി വരത്തില്ലേ? അതുകൊണ്ട് ആരും അതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഇനി അടുത്ത എന്നാന്ന് വെച്ചാ വരുന്നുണ്ട്, ഭാഗവതമൊക്കെ വായിച്ചു കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ പറയുന്ന പോലെ ഉണ്ടല്ലോ, ഇവിടെ അമ്മ തന്നെ ഇവിടെ നിന്നോണം. ഞാൻ നിൽക്കുന്ന പോലെ അമ്മയ്ക്ക് ഇങ്ങനെ കാല് നോക്കി നിൽക്കാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ മതി. താഴെയിട്ട് അടുത്ത ജോലി ഉണ്ടാക്കില്ല. ഒരു കാലല്ലേ, ഒറ്റക്കാലം. ചെരുപ്പ് കൂരിട്ടോ, ചെരുപ്പ് തണുപ്പത്തിടുന്നല്ലേ. ഒരു കാല് ഇങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് ഇങ്ങനെ. ഈ കൈ വിടണം. കൈ വിടോ? ഇല്ല, ഞാൻ വിളിച്ചോളാം. അമ്മയുടെ മോളല്ലേ ഉള്ളു. ഇല്ല, അയ്യോ കൈ
പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്ത് ഇല്ല രാജമ്മോ റിലാക്സ് ചെയ്ത് രാജു യോഗയിലാദ്യമൊക്കെ നിന്നു. അത്ര നിന്നല്ലോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. പ്രശ്നമുണ്ടോ? ഇങ്ങനെ തന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ ബാലൻസിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പറയുന്നുണ്ടെന്ന് യോഗയില്. നോക്കിക്കോട്ടെ, കണ്ടോ കണ്ടോ പറ്റത്തില്ലേ? ഒരു കൈ പോലും ഒരു കൈയെ കൊടുത്തുള്ളൂ. എന്റെ പൊന്നെ കണ്ടോ നിങ്ങള്? ഞങ്ങളുടെ അമ്മ ഉയർന്ന് തിരമാലകൾ പോലെ പോവാണ്. കണ്ടോ? അറിഞ്ഞില്ല വീഡിയോ ഉണ്ടെന്ന്. അമ്മ നല്ല സൂപ്പർ ആട്ടോ. ഇങ്ങനെ നിന്ന് അടിപൊളിയാ. ഇനി പതുക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും ഈ കൈ പതുക്കെ വിടാൻ നോക്കും. എന്നൊന്നും വേണ്ട, അല്ലെന്ന് ഞാനില്ലാത്ത സമയമൊന്നും വേണ്ടെന്ന്. ഞാൻ ഉള്ളപ്പോൾ ഇതൊക്കെ പഠിക്കുള്ളൂ. അപ്പൊ കണ്ടോ അമ്മ എവിടം വരെ എത്തിയെന്നുള്ളത്? അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ. അപ്പൊ ശരിക്കും ഒരു ഡാൻസിന് വേണ്ടി ഞാൻ പോയതാട്ടോ. എങ്ങും പോയതല്ല, നമ്മുടെ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാ. ഈ യൂട്യൂബില് ഷോർട്ടിൽ ഇപ്പൊ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ആരും എന്നെ കളിയാക്കി കൊല്ലല്ല. ഒന്ന് ചുമ്മാ നമുക്ക് തന്നെ ഒന്ന് നോക്കുന്നതല്ലേ. പണ്ടൊക്കെ എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ അച്ഛനതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പെണ്ണാണ്, അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നുള്ള ചിന്താഗതി ആയിരുന്നല്ലോ നമ്മുടെ അച്ഛനമ്മമാർക്ക് പഴമയില്. ഇപ്പൊ അങ്ങനൊന്നും അല്ല, ഇപ്പോഴത്തെ സ്റ്റൈലാണ്. എനിക്കത് ഇഷ്ടം. എന്റെ പെമ്പിള്ളേരായിരുന്നെങ്കിൽ ഞാൻ അവരെ ഡാൻസിനെല്ലാം വിട്ടേന്. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. പാട്ട്, ഡാൻസ് എല്ലാം എനിക്കിഷ്ടം. ഇപ്പോഴും പ്രായമായവർ പാട്ട് പാടാനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ നമുക്കൊന്ന് പോയാലെന്ന്. പിന്നെ നമ്മുടെ ജോലികളും എല്ലാം ചെയ്ത് ഇപ്പൊ തന്നെ ഒരു വലിയ ഭാരം എടുത്ത് തലേ വെച്ചേക്കോ നമ്മുടെ യൂട്യൂബ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഏണിങ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒപ്പം കഷ്ടപ്പാടുണ്ടെങ്കിലും, കഷ്ടപ്പാടാന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ വീണ്ടും അയ്യോ ഇത് കഷ്ടം പിടിച്ച പണിയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. കാരണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതിയല്ലോ. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇങ്ങനൊക്കെ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ടല്ലോ എനിക്കിപ്പോ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റി. ഒരു പ്രാക്ടീസും ചെയ്തില്ല, ഒറ്റയടിക്ക് ഇപ്പൊ ചെയ്ത് ചുമ്മാ കാണിച്ചതാണ്. പിന്നെ ഞങ്ങൾ തിരുവാതിരയൊക്കെ ഞങ്ങളുടെ സമയത്ത് തിരുവാതിരയ്ക്കൊക്കെ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ ചുമ്മാ ഡാൻസ് ഒക്കെ കളിക്കും. അതൊന്നും നമ്മുടെ ഇതിനകത്തോട്ട് ഇടാൻ പറ്റത്തില്ല. അതുപോലത്തെ കോമഡി ഡാൻസ് ഒക്കെയാണ്. അതാണ് ഞാൻ അതൊന്നും ഇടാത്തത് കേട്ടോ. എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അവരൊക്കെ എന്നോട് റെഡി ഉറക്കം വരാതിരിക്കണേ നിന്റെ ഡാൻസ് കളിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ പോത്തില്ല, നമ്മള് ടൂറിന് പോകുമ്പോഴും എല്ലാം ഡാൻസ് കളിക്കും, സമയത്തിന് പോകുമ്പോഴും എല്ലാം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ മെഴുക്കോട്ടും ചമ്മന്തി മാത്രമേ അരച്ചുള്ളൂ. അതുകൊണ്ടാണ് ഈ കോമഡിയിലോട്ടൊക്കെ പോകാൻ പറ്റിയത്. അമ്മയ്ക്ക് തന്നെ ഇപ്പം ഭയങ്കര ആശ്വാസമില്ല. യോഗ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കറക്റ്റാണ്. ഇങ്ങനെയൊക്കെ ചില ട്രിക്കുകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ഇങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് എനിക്ക് വരുന്നു എന്ന് പറയുന്നവർക്കൊക്കെ മോചനം കിട്ടും. അതിൽ നിന്ന് മോചനം കിട്ടുമല്ല, അവരുടെ അസുഖമേ പോകും. നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേണ്ടേ. എന്താ ആരാ? ഇരിപ്പില്ല. ജാതിക്കുണ്ടോന്ന് ചോദിക്കാനാ. ചേട്ടന് ഒരു സ്ഥിരം ആളുണ്ട്, അച്ഛനുള്ള കാലത്തെ ഉള്ള ആളാണ്. അപ്പൊ ആ പുള്ളിക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ അപ്പം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ സത്യം പറഞ്ഞാൽ വിഷമിച്ചൊരു കാരണത്തിന് ഇരിക്കരുത്. ടെൻഷനേ അരുതെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഒരു ടെൻഷനും അരുത്. അങ്ങനെ ടെൻഷൻ പിടിച്ചിരുന്ന അസുഖത്തിലോട്ട് പോകും കേട്ടോ. ഡിപ്രഷൻ അങ്ങനെയുള്ള പല അസുഖം. എന്നാ ദൈവമ്മ ഞങ്ങള് പേടിച്ചു. ഞാനും അമ്മ ആരോ മേളിൽ കൂടെ ടപ്പെന്നും പറഞ്ഞ് നടക്കുന്ന പോലെ തോന്നുന്നേ. ഞാൻ ഓടി മേളിൽ പോയി നോക്കാൻ പോവായിരുന്നു അമ്മയായിട്ട്. അപ്പോഴോർത്തെ അപ്പുറത്തെ വാതിലിനിട്ട് തട്ടുന്ന ഈ മഴ പെയ്തിട്ടേ അടയുന്ന അല്ലി ചേച്ചിയുടെ അവിടെ എനിക്ക് വയ്യ ചിരിക്കാൻ. അപ്പൊ ഒരു ഹായ് പറയാൻ നമ്മുടെ സോജക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരു ഹായ് പറയണം. നമ്മ ചക്കര അമ്മ സോജയ്ക്ക് ഹായ് ചക്കര. അമ്മയുടെ ഹായ് വേണോ? അമ്മ എവിടെ ഇരുന്നോ? ഹായ് വേണേ പറഞ്ഞു. അമ്മയുടെ ഹായ് വേണ്ടവർക്ക് എല്ലാവർക്കും അമ്മ ബിഗ് ഹായ് അമ്മ പറ. അമ്മയുടെ ഹായ്. അമ്മയുടെ ഹായ് കേട്ടോ. പിന്നെ ഒരു സന്ധ്യ സന്തോഷ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ബ്ലാക്ക് റോസ് എവിടുന്നാ കിട്ടുന്നത്? ബ്ലാക്ക് റോസ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കടയിലും കിട്ടും കേട്ടോ. എല്ലാ കടകളിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു വിഷമോ വിചാരിക്കണ്ട.
പിന്നെ എന്റെ വാചകടി ചിലർക്കൊന്നും ഇഷ്ടമില്ലായിരിക്കും. വാചകടി ഇഷ്ടമില്ലാത്തവർ അതെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം വാചകം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ അമ്മേ? പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സർപ്രൈസ് ചെയ്യണം. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും ഓർത്തിരുന്നല്ലോ. അപ്പോൾ ഈ ബ്രെയിനകത്ത് എല്ലാ സംഭവം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.